ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ലെഗ്രാൻഡിൻ്റെ ഒരു മോഡൽ സ്വിച്ചാണ്. ഈ മോഡൽ സ്വിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു. അതിൻ്റെ ലെഗ്രാൻഡിൻ്റെ മോഡൽ പ്ലഗുകളും അത് ഇൻ്റർനാഷണൽ പ്ലഗുകളും ഒക്കെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ലെഗ്രാൻഡിന് നമുക്ക് പല മോഡലുകളുണ്ടെന്ന് അറിയാം. ഇത് mylinc എന്ന് പറയുന്ന മോഡലാണ് ഇത് നമ്മൾ പരിചയപ്പെടുന്നത്. അത്യാവശ്യം നോർമൽ റേറ്റ് വരുന്ന വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് റെഗുലേറ്ററാണ് വരുന്നത്. 2 മോഡ്യൂൾ റെഗുലേറ്ററാണ് വരുന്നത്. റെഗുലേറ്റർ നമുക്ക് കിട്ടുന്ന 2 ടൈപ്പ് ഉണ്ട്. 1 മോഡ്യൂൾ റെഗുലേറ്റർ ഉണ്ട്, 1 മോഡ്യൂളും ഉണ്ട്, 2 മോഡ്യൂളും ഉണ്ട്. ഇത് പവർ പ്ലഗ് ആണ് വരുന്നത്. അത് പവർ പ്ലഗ് നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടോ. അതായത് 32 ആംസ് അല്ലെങ്കിൽ 16 ആംസിൻ്റെ പവർ പ്ലഗ് ആണ് വരുന്നത്. നമ്മുടെ AC അതുപോലെ തന്നെ ഹീറ്ററുകൾ പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുറെ കൊടുക്കുന്നത് ആ പ്ലഗിലാണ് കൊടുക്കുന്നത്. ഇനി ഡെമ്മി സിസ്റ്റമാണ്. അതായത് നമ്മളൊരു സ്വിച്ച് ബോർഡിൽ നമുക്ക് ഒരു സ്വിച്ചിൻ്റെ ആവശ്യമില്ല എന്നാൽ ഗ്യാപ്പ് അടയ്ക്കണമെങ്കിൽ ആ ഡെമ്മി ഇട്ടിട്ടാണ് നമ്മൾ അടച്ചു കളയുന്നത്. ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 ആംസിൻ്റെ തന്നെ 1 വേ സ്വിച്ചാണ് വരുന്നത്. ഇൻഡിക്കേഷനുള്ള ടൈപ്പാണ്. അതായത് നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ പ്ലഗുകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റർ സ്വിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മാസ്റ്റർ സ്വിച്ചിന് നമ്മൾ ഈ ഇൻഡിക്കേറ്റർ സ്വിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി നമ്മളിത് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇത് നോർമൽ ലെവലിൽ സാധാ ഒരു 8 മോഡ്യൂളിൻ്റെ പ്ലേറ്റ് ആണ്. അതായത് 8 മോഡ്യൂളിൻ്റെ പ്ലേറ്റിൽ നമുക്ക് 4 പ്ലഗ് സോക്കറ്റുകൾ എടുക്കാൻ പറ്റും. അതായത് ഒരു പ്ലഗ് സോക്കറ്റ് എന്ന് ഉദ്ദേശിച്ച 2 മോഡ്യൂളാണ്. അങ്ങനെ 4 വരുമ്പോൾ 8 മോഡ്യൂൾ കറക്റ്റായി കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ സോക്കറ്റും ഉണ്ട്, നോർമൽ ലെവലുള്ള സോക്കറ്റ് ഉണ്ട്. ഇത് രണ്ടാമതിരിക്കുന്ന സോക്കറ്റ് ഇൻ്റർനാഷണൽ സോക്കറ്റാണ്. അത് നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിവിയുടെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തു നിന്നും വരുന്ന വിദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലത്ത് വരുന്ന ടിവികളാണെങ്കിൽ നമുക്ക് അതിൻ്റെ സോക്കറ്റ് കറക്റ്റ് ആവില്ല. അപ്പോൾ ഏത് രാജ്യത്തെ സോക്കറ്റ് നമുക്ക് ഇതിൻ്റെ അത് കുത്താവുന്ന രീതിയിലാണ് ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് നമ്മൾ ടിവിയുടെ ഏരിയയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത് ഇൻ്റർനാഷണൽ സോക്കറ്റാണ്, കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സ്ക്വയർ ടൈപ്പ് ആയാലും റൗണ്ട് ടൈപ്പ് ആയാലും ഏത് ടൈപ്പാണെങ്കിലും നമുക്ക് ഈ പ്ലഗ് സോക്കറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ സോക്കറ്റ് ടിവിയുടെ ഏരിയകളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇത് ആ ഫിനിഷിങ് സ്റ്റേജാണ് ജസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് 2 മോഡ്യൂളിൻ്റെ പ്ലേറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഇതിൻ്റെ ലെഗ്രാൻഡിൻ്റെ തന്നെ ഏറ്റവും ടോപ്പിൽ ഒരു ബോർഡ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് വരുന്നത്. ഇത് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്തതിന് ശേഷം മെറ്റൽ ബോഡി ആദ്യം ഫിറ്റ് ചെയ്തതിന് ശേഷം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മുകളിലുള്ള ആ ബോഡി പെയിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലേസിങ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഏറ്റവും ഫിനിഷിങ് കഴിഞ്ഞ് ഫിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ഫിനിഷിങ് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഒറ്റ പ്രസ്സിങ് കൊടുത്താൽ മതി. ജസ്റ്റ് പ്രസ്സിങ് ചെയ്താൽ തന്നെ ലോക്ക് ആവുന്ന സിസ്റ്റമാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് ലെഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.